യു ലുക്ക് അറ്റ് എനി എമർജിംഗ് കൺട്രീസ്, ഇന്ത്യ ആയിരിക്കും ഒരു പക്ഷേ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സ്പേസിൽ ഏറ്റവും ബാക്കിലുള്ളത്. നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി റേറ്റ് 20-25%, ഐം നോട്ട് റോങ്. അഡൾട്ടിനിടയിൽ 20% മാത്രമാണ് ഫൈനാൻഷ്യൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുള്ളത്. മൈനസ് എക്സ്പെൻസസ് ഇസ് ഈക്വൽ ടു സേവിങ്സ് എന്നുള്ളതാണ്. അങ്ങനെ ആവരുത്. അത് ഇൻകം മൈനസ് സേവിങ്സ് ഷുഡ് ബി യുവർ എക്സ്പെൻസസ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിത്ത്. അങ്ങനെ നടക്കൂല. ഓൺട്രപ്രണർഷിപ്പ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, എനിത്തിങ്, മേക്കിംഗ് മണി ഇസ് എ ഹാർഡ്ഷിപ്പ്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂല. സംതിങ് വിച്ച് ഇസ് വർത്ത് യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഫോർ ഈസി. നമസ്കാരം. പ്രശസ്തനായ അലക്സാണ്ടർ എൽഡർ ഇങ്ങനെ പറയുന്നു: ഒരു ട്രേഡറുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിജയകരമായൊരു ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. പണം എന്ന് പറയുന്നത് പിന്നീടുള്ള കാര്യമാണ്. പണമുണ്ടാക്കുക, ആ പണത്തെ ചെലവഴിക്കുക, അവിടെ നിന്നും പണമുണ്ടാക്കുക, ആ പണത്തിൽ നിന്ന് വീണ്ടും സമ്പാദിക്കുക എന്ന ആളുകൾ ചിന്തിച്ചു തുടങ്ങിയതേയുള്ളൂ. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് കേട്ട് കഴിഞ്ഞാൽ മുഖം തിരിച്ചിരുന്ന മലയാളികളടങ്ങുന്ന വലിയൊരു സമൂഹത്തിലേക്ക് 300 രൂപയും കൊണ്ട് വന്ന് മില്യൺ ഡോട്ട്സ് എന്ന സാമ്രാജ്യം സൃഷ്ടിച്ച് നമുക്കൊക്കെ സുപരിചിതനായ കെൻസ് മില്യൺ ഡോട്ട്സ് നമ്മുടെ കൂടെയുണ്ട്. ഹായ് കെൻസ്. ഹായ്. വലിയൊരു ശതമാനം ആളുകൾക്കും സാമ്പത്തിക സാക്ഷരതയുടെ, നിക്ഷേപങ്ങളുടെ, വിപണിയുടെയൊക്കെ ആദ്യാക്ഷരങ്ങൾ മുതൽ പകർന്നു കൊടുക്കാൻ മില്യൺ ഡോട്ട്സ് എന്ന സംരംഭത്തിലൂടെ കെൻസിന് സാധിച്ചിട്ടുണ്ട്. മില്യൺ ഡോട്ട്സിൻ്റെ സ്റ്റോറി ഈ മേഖലയെ അറിയുന്നവർക്ക് എല്ലാവർക്കും മനഃപ്പാടമാണ്. ഞാൻ വിശ്വസിക്കുന്നത് കെൻസ് എലച്ചോൽ എന്നതിനപ്പുറത്തേക്ക് കെൻസ് മില്യൺ ഡോട്ട്സിനെയാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഹൗ ഡു യു പ്രൗഡ് ദിസ് മൂമെന്റ്, Ken's Million Dots? To call myself Ken's Million Dots, I'm really proud because obviously നമ്മൾ വളരെ ഏർലി സ്റ്റേജിൽ പല ബിസിനസ്സുകൾ ചെയ്തതിനൊക്കെ മില്യൺ ഡോട്ട്സ് പേരിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇനീഷ്യൽ ഫെയിൽഡ് ആയിട്ടുള്ള 10-25 ബിസിനസ്സിൻ്റെ പേര് മില്യൺ ഡോട്ട്സ് തന്നെ. എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും എനിക്കൊരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇനി ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. സോ മില്യൺ ഡോട്ട്സ് എന്നുള്ള ഇത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കമ്പനി, ഇറ്റ് ഇസ് എൻ ഓർഗനൈസേഷൻ. ഒരുപാട് ആളുകൾ ഒരുപാട് ഇമ്പാക്റ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ്. ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കുറച്ചുകൂടി ആളുകൾ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 3-4 ബിസിനസ് മൈൻഡ്സ് ഉള്ള ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഒരു ടീ ഷോപ്പ്, ഒരു ചായക്കട തുടങ്ങാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു സ്വീകാര്യത കൊണ്ട് അതേ സ്ഥാനത്ത് നമ്മളിന്ന് ട്രേഡിങ്ങിനെ കുറിച്ചാണ്, സ്റ്റോക്ക് മാർക്കറ്റാണ് ചർച്ച ചെയ്യുന്നത്. സോ ഇവിടെ പെട്ടെന്ന് പണമുണ്ടാക്കുക, ഒരുപാട് പണമുണ്ടാക്കുക, ഇങ്ങനൊരു മനോഭാവം കൂടുതൽ ആളുകൾക്കും ഉണ്ട്. ശരിക്കും പെട്ടെന്ന് ഒരുപാട് പണമുണ്ടാക്കാനുള്ള ഒരു ഓപ്പൺ ചോയ്സ് ആണോ ഈ സ്റ്റോക്ക് മാർക്കറ്റ്? ട്രേഡിങ്ങിൽ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നതിനോട് പൊതുവെ ആളുകൾ അട്രാക്റ്റഡ് ആവാനും അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്വീകാര്യത എന്ന് ആളുകളിലേക്ക് ഉണ്ടാവാനുമുള്ള കാരണം ഒരു പക്ഷേ വലിയ പണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നലായിരിക്കും. കഴിയില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ വെൻ യു ലുക്ക് ഇൻടു എനി അതർ ബിസിനസ്, നമ്മൾ കണ്ടുവരുന്ന ഏത് ബിസിനസ്സുകളും എന്ത് കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊരു കാര്യത്തിൽ നിന്നും വലിയ പണം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതിന് എക്സെപ്ഷണൽ ക്വാളിറ്റിയിൽ, എക്സെപ്ഷണൽ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ തന്നെ. ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നിൽ കാണുന്ന ഏതൊരു സ്കില്ലിനെയും പോലെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രേഡിങ്ങിന് ഒരു സ്കില്ല് മാത്രമായിട്ട് കാണുക. നമുക്ക് സ്വിമ്മ് ചെയ്യാൻ അറിയാം, പാടാൻ അറിയാം, നമുക്ക് ഓടാൻ അറിയാം, വണ്ടി ഓടിക്കാൻ അറിയാം എന്നൊക്കെ പറയുന്ന പോലെ സ്കില്ലാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. വണ്ടി ഓടിക്കുന്ന എല്ലാവരും റേസ് കാർ ഡ്രൈവേഴ്സ് ആവുന്നില്ലല്ലോ, സ്വിമ്മ് ചെയ്യുന്ന എല്ലാവരും പ്രൊഫഷണൽ സ്വിമ്മേഴ്സ് ആവുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രേഡിങ്ങിൽ നിന്നും വലിയ സാധ്യതകളെ കൊണ്ടെത്തുക എന്ന ബുദ്ധിമുട്ടാണ്. 2 തരം ഓപ്ഷൻസ് ആണുള്ളത്. ഞാൻ വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടാനായുള്ള ഒരു തരം നീന്തൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ വളരെ ബ്രീഫായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം. നമ്മുടെ ഇൻഫ്ലേഷനിൽ നിന്നും തടയുന്ന രീതിയിൽ നമ്മുടെ പണത്തെ ഒരു നിശ്ചിത അളവിൽ നമുക്ക് വലുതാക്കാൻ പറ്റും. ട്രേഡിങ്ങോ ഇൻവെസ്റ്റിങ്ങോ അത്തരം ഒരു സ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. പക്ഷേ ടു ഗോ ബിയോണ്ട് ദാറ്റ്, അത് പ്രൊഫഷണലാണ്. അത് നമ്മൾ ഒരു പ്രൊഫഷണൽ സ്വിമ്മർ ആവുന്ന പോലെയോ പ്രൊഫഷണൽ ഡ്രൈവർ ആവുന്ന പോലെയോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന പോലെ അതിൻ്റേതായ രീതിയിൽ പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിൻ്റെ ഇൻസ് ആൻഡ് ഔട്ട്സ് മനസ്സിലാക്കുകയും അതിൻ്റെ തോൽവികൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഫ്ലോസ് മനസ്സിലാക്കുകയും, അങ്ങനെ ഇറ്റ് ഈസ് എ ബിഗ് ജേണി. അപ്പോൾ അതൊരു ഗെറ്റ് ക്വിക്ക് റിച്ച് സ്കീം ഒരിക്കലും അല്ല. അതിൽ നിന്നും വലിയ പണം ഉണ്ടാക്കാനുള്ള സാധ്യത, ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ദാറ്റ് കുഡ് മേക്ക് ബിഗ് എമൗണ്ട് ഓഫ് മണി ഈസ് വെരി ലോ. അപ്പം മറ്റേത് ബിസിനസ്സിനെയും പറയുന്ന പോലെ ട്രേഡിങ്ങും ഒരു റിസ്കിയർ ബിസിനസ്സാണ്. പക്ഷേ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് വർത്ത് ടേക്കിംഗ് ദ റിസ്ക്, ആൻഡ് റിസ്ക് ഇല്ലാത്ത ഒന്നും ഇല്ലാന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നേരിട്ട് അറിയുന്ന ആളുകൾക്ക് പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക എന്നുള്ളത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് നേരിട്ടറിയുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചു, എന്തുകൊണ്ട് നിനക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാന്ന്. അതിനുള്ള അവൻ്റെ മറുപടി എങ്ങനെയായിരുന്നു: മാസം 18,000 രൂപ ശമ്പളം, അതിൽ റൂമിൻ്റെ റെൻറ്റ്, ഈ 18,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്ക് വേണ്ടി ലോൺ എടുത്ത് പഠിച്ചതിൻ്റെ തിരിച്ചടവ്, ഫോണിൻ്റെ EMI, ബൈക്കിൻ്റെ EMI, ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്,
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫാമിലിയുമായിട്ടൊന്ന് ബീച്ചിലോട്ട് പോകണമെങ്കിലോ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കണമെങ്കിലോ എക്സ്ട്രാ കടം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക? ഞാൻ വിശ്വസിക്കുന്നു ഏറെക്കുറെ മിഡിൽ ക്ലാസ്സുകാരൻ്റെയും സാമ്പത്തിക സാഹചര്യം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാമ്പത്തിക സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ട്രേഡിങ്ങിനെയൊക്കെ സമീപിക്കാം? ആദ്യം ഇത്തരത്തിലുള്ളൊരു വ്യക്തി ഒരിക്കലും ട്രേഡിംഗ് അല്ല തുടങ്ങേണ്ടത്. അപ്പം അംജദ് ആദ്യം സ്റ്റാർട്ട് ഔട്ട് ചെയ്ത പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മുടെ പണം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നമ്മൾ നാളേക്കായി മാറ്റി വെക്കുന്ന ഒരു എമൗണ്ടാണ്. അത് നമ്മൾ അങ്ങനെ കാണണം. അപ്പോൾ നമ്മളെല്ലാവരും ഈ ദി ഇൻകം എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ നോക്കിക്കാണുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള പണം നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നൊരു ഫോർമുല. അതായത് ഇൻകം മൈനസ് എക്സ്പെൻസസ് ഇസ് ഈക്വൽ ടു സേവിങ്സ് എന്നുള്ളതാണ്. അങ്ങനെ ആവരുത്. ഇൻകം മൈനസ് സേവിങ്സ് ഷുഡ് ബി യുവർ എക്സ്പെൻസസ്. നമ്മൾ ഇതിനെ റീസ്ട്രക്ചർ ചെയ്യണം. അറ്റ് എ വെരി ഏർലി സ്റ്റേജ് നമ്മൾ പണത്തെ നോക്കിക്കാണുന്നു. നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ നോക്കിക്കാണുന്ന രീതി കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനോട് ഭയങ്കര സ്കെപ്റ്റിസം അല്ലെങ്കിൽ ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട് സംശയത്തോടു കൂടി, പേടിയോടുകൂടി, ഭയത്തോടു കൂടി ആൾക്കാർ ഇതിനെ കാണുന്നത്. അപ്പം റാദർ ദാൻ എൻ്റെ ചെലവുകൾക്കെല്ലാം ശേഷം ഞാൻ എങ്ങനെ സേവ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു ചെറിയ തുകയെങ്കിലും സേവ് ചെയ്തതിന് ശേഷം എൻ്റെ ചെലവുകളെല്ലാം ഞാൻ എങ്ങനെ മറ്റൊന്നിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുമെന്ന് ചിന്തിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഒരു 18,000 റുപ്പീസ് പോലൊരു സാലറി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വലിയ തുക 10,000 അല്ലെങ്കിൽ 5,000 2,000 ഒരു പക്ഷേ സേവിങ്സിലേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. 100 രൂപയ്ക്ക് തുടങ്ങാലോ. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 100 റുപ്പീസ്. പിന്നെ ബൈക്ക്, ഫോണ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഞാൻ കണ്ടുവരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഡിഗ്രിയൊക്കെ കോളേജിൽ സംസാരിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ മുന്നിൽ കാണുന്ന, അപ്പോൾ നമ്മളിങ്ങനെ കോളേജിൽ സ്റ്റേജിൽ സംസാരിക്കുകയാണെങ്കിൽ ആളുകൾ ഫോട്ടോ എടുക്കുന്നതായിട്ടും മറ്റൊരാളുടെ കയ്യിലുള്ള ഫോണുകളെല്ലാം തന്നെ ഏറ്റവും ചുരുങ്ങിയത് ആളുടെ പാരൻസിൻ്റെ 2 months സാലറിയെങ്കിലും ഉണ്ടാവും. അപ്പം ആ ഒരു സ്കെയിലുള്ള പർച്ചേസുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇഫ് യു ഹാവ് എ വെരി പ്രോപ്പർ സാലറി ആൻഡ് ഇഫ് യു സ്റ്റാർട്ട് ഇൻ എ ഫേർലി. ഇത് ഇത്തരം ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അഫോർഡബിൾ ആക്കി എടുക്കാൻ ഒരു പക്ഷേ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷമായിരിക്കണം ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഇറ്റ് ഇസ് ആൻ ആക്റ്റീവ് സ്പേസ്. അതൊരു നമ്മൾ സീരിയസ് ആയി മുന്നോട്ട് കാണേണ്ട ഒരു കരിയർ സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു പാസീവ് അല്ലെങ്കിൽ ആക്റ്റീവ് കരിയർ സ്പേസ് ആണ്. അതായത് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് 100% വ്യക്തികൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾക്കൊരു ഇമോഷണൽ പ്രശ്നമുണ്ട്. ഉള്ള ജോലി വിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ട്രേഡിംഗ് ഒരു കരിയറാക്കി തിരഞ്ഞെടുക്കാം എന്നുള്ളത്. അപ്പോൾ കെൻസിനെ മുൻനിർത്തിയിട്ട് അതെങ്ങനെ? ട്രേഡിംഗ് ഒരു ജോലിയായിട്ട്, ഒരു കരിയറായിട്ട് എന്നുള്ളൊരു സ്പേസിൽ ദെർ ആർ 2 ways യു ക്യാൻ സീ തിങ്സ്. ഒന്ന് പാസീവായിട്ട് കാണാം, ഒന്ന് ആക്റ്റീവായിട്ട് കാണാം. ആക്റ്റീവ് ഇൻ ദ സെൻസ് യുവർ ഡേ ജോബ് ഇസ് ട്രേഡിംഗ്. നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന തൊഴിൽ എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. അതിനെ നിങ്ങൾ നോക്കി കാണുമ്പോൾ യു ആർ എ ട്രേഡർ. പ്രാക്ടിക്കലി യു ആർ എ പ്രൊഫഷണൽ ട്രേഡർ. അതെന്ന് പറയുന്നതാണ് ട്രേഡിംഗ് ഒരു ഫുൾ ടൈം ജോബായി എടുക്കുന്ന ആൾ. ഞാൻ ഒരിക്കലും എക്സിസ്റ്റിംഗ് ആയി ജോലി പാഷനേറ്റ് ആയി ചെയ്യുന്ന ഒരു വ്യക്തി അത് ചെയ്യണം ഞാൻ ഒരിക്കലും പറയുകയില്ല. അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയും. ബിക്കോസ് ട്രേഡിംഗ് ഇസ് സംതിങ് യു ഹാവ് ടു ഡു വിത്ത് സോ മച്ച് ഓഫ് പാഷൻ. അതിന് ഒരുപാട് പണിയുണ്ട്. അപ്പം ആ പണി എടുക്കാനുള്ള കാലിബറും സമയവും ആവേശവും മൈൻഡ് സെറ്റും ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ ടേക്ക് ട്രേഡിംഗ് ആസ് എ പ്രൊഫഷൻ. ആൻഡ് ദർ ആർ പാസീവ് ഓപ്ഷൻസ്. അതായത് ജോലിയോട് കൂടെ സമാധാനപരമായിട്ട് വലിയ സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ ഒരു തരത്തിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് തന്നെ നമുക്ക് തോന്നിക്കും വിധമുള്ള ട്രേഡിങ്ങുകൾ രീതികൾ ഒരുപാടുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് വേസ്. അത്തരം വഴികളെ ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ജോലിയെ ബാധിക്കാതെ തന്നെ ഒരു ചെറിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കാണുന്നില്ലേ. നമ്മൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. നമ്മൾ UPSC എക്സാമുകളും അത്തരം എക്സാമുകളൊക്കെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ രാത്രി അയാൾ സ്വിഗ്ഗി ഓടിക്കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഒരു പാസീവ് വർക്ക് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു. അയാളുടെ പാഷൻ അല്ലല്ലോ അത്, പക്ഷെ അയാൾക്ക് പൈസ വേണമെന്നുള്ളത് കൊണ്ട് അയാൾ അത് ചെയ്യുന്നു. നാളെ അത് അയാൾ സ്വിഗ്ഗി അല്ലെങ്കിൽ അയാളുടെ സ്റ്റാൻഡ് അനുസരിച്ച് മറ്റൊരു കാര്യം ചെയ്യും. ഒരാൾക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലല്ലോ ഉണ്ടാവുക. ആ ഒരു പേസിലേക്ക് ട്രേഡിംഗ് ഹാസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതിനെ അങ്ങനെ നോക്കിക്കാണാൻ ശ്രമിക്കുക. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഒരു കരിയർ ചെയ്യുന്ന ആളുകളുടെ അത്രയും പൈസ ഉണ്ടാവണം എന്ന് ആവശ്യം ഉണ്ടാവരുത്. യു ഹാവ് ടു ബി ഹാവിംഗ് എ വെരി റിയലിസ്റ്റിക് ടാർഗറ്റ്സ് ആസ് വെൽ. ആ ഒരു പേസിൽ ദർ ആർ ഓപ്ഷൻസ് ഫോർ ദാറ്റ്. ഇൻട്രാഡേ വലിയ ഡിസ്കഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ സെബിയുടെ ഏറ്റവും അടുത്ത് വന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇൻട്രാഡേ ചെയ്യുന്ന അധികം നിക്ഷേപകരിലും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഏകദേശം 80% ആളുകളും ഓവർ ട്രേഡിംഗ് കാരണം വലിയ നഷ്ടങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പണം ഉണ്ടാക്കുക, പെട്ടെന്ന് പണം ഉണ്ടാക്കുക, ഈ മനോഭാവം വലിയ അപകടം സൃഷ്ടിക്കുന്നില്ലേ? ഞാൻ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പറഞ്ഞുതരാം. MBBS എന്നൊരു കോഴ്സ് ഇല്ലെന്ന് വിചാരിക്കുക. എത്രത്തോളം ഓപ്പറേഷനുകൾ സക്സസ് ആവും നമ്മൾ കരുതുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ഡിസൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ബിൽഡ് ചെയ്തിട്ടില്ല എന്ന് കരുതുക.
എത്രത്തോളം എഞ്ചിനുകൾ, എത്രത്തോളം മെക്കാനിക്കൽ ഫെയിലിയേഴ്സ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിൽ മാത്രമാണ് ഞാനിതിനെ കാണുന്നത്. നമ്മൾ നോക്കുക, യു ലുക്ക് അറ്റ് എനി എമേർജിംഗ് കൺട്രീസ്, ഇന്ത്യ ആയിരിക്കും ഒരു പക്ഷേ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സ്പേസിൽ ഏറ്റവും ബാക്കിലുള്ളത്. ഓൾമോസ്റ്റ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 72% ലിറ്ററസി റേറ്റുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി റേറ്റ് 20-25%, ഐ എം നോട്ട് റോങ്. അഡൾട്ടിൻ്റെ ഇടയിൽ 20% മാത്രമാണ് ഫൈനാൻഷ്യൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായി സാലറി വരുന്ന പണം പോലും മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോട് നമ്മൾ ട്രേഡിംഗ് എങ്ങനെയാണ് വ്യക്തമായിട്ട് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുക? ബിക്കോസ് 70% ഇൻ ട്രേഡിംഗ് ഇസ് യുവർ മണി മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക്. അപ്പോൾ റിസ്ക്കും മണി മാനേജ് ചെയ്യാത്ത ഒരാൾ എങ്ങനെ? അപ്പോൾ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 11 മുതൽ 12 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളാണുള്ളത്, ട്രേഡിംഗ് അക്കൗണ്ടുകൾ മാത്രമാണുള്ളത്. ഈ 11 മുതൽ 12 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ട്രേഡ് ചെയ്യുന്ന എത്ര പേർ പഠിച്ച് ചെയ്യുന്നവരുണ്ട്? നമ്മൾ ആലോചിക്കുക. യു ഹാവ് ടു ക്രിയേറ്റ് എ വെരി സ്ട്രാറ്റജിക് വേ ഓഫ് ലേണിംഗ്. ഇതിനെ ഫുൾ ടൈമായി ചെയ്യുമ്പോൾ വീണ്ടും സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇൻട്രാഡേ പോലുള്ള അല്ലെങ്കിൽ അയാളുടെ സമയവും കാര്യവും, ബിക്കോസ് എന്താ പറയുക, ഏറ്റവും ഹാർഡസ്റ്റ് കമ്മോഡിറ്റി ടു ഗെറ്റ് ഇസ് മണി, ഐ മീൻ ടൈം ഇസ് ദി വെരി ലിമിറ്റഡ് കമ്മോഡിറ്റി. ഈ ടൈമിൻ്റെ ഉള്ളിൽ നിന്നും ഇയാളുടെ സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ ഇൻട്രാഡേ ട്രേഡ് പോലും ട്രേഡ് ചെയ്യുമ്പോൾ അയാൾ എത്ര സമയം പഠിച്ചിട്ടുണ്ട്? അതാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. എഡ്യൂക്കേറ്റഡ് ട്രേഡേഴ്സിലേക്ക് നോക്കുക, എന്നിട്ട് അവരുടെ വിൻ പെർസെൻറ്റേജിലേക്ക് നോക്കുക. നമ്മൾ ഒരു 4 കൊല്ലം മുമ്പ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ഇന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരുപാട് പേര് പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ഉണ്ട്. പണ്ടൊരു പ്രോഫിറ്റബിൾ ട്രേഡറെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ ഇന്നൊരു പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നൊരു 100 പേരിൽ 10 പേരെങ്കിലും നമുക്ക് കാണാൻ പറ്റും പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ്. ഇത് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന മാറ്റമാണ്, പ്രൈവറ്റ് സെക്ടർ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന മാറ്റമാണ്. ഇത് പബ്ലിക് സെക്ടറിലേക്കും, അതായത് നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശവും മില്യൺ ഡോട്ട്സിനുണ്ട്. നമുക്ക് ആ ഒരു പേസിൽ ഇതിനെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻട്രാഡേ ട്രേഡുകളായാലും നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ട്രേഡുകളായാലും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ട്രേഡേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് പ്രൊവൈഡഡ് ഒരു കാര്യം കൂടി, സെബി 2 ഇയർ ബാക്ക് റിപ്പോർട്ട് പറഞ്ഞത് 99% ആളുകളും മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തുന്നു എന്നാണ്. ഇന്നത് 80% എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് 80% ആളുകളും പണം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. അങ്ങനെയെങ്കിൽ 99% ആളുകൾ തോറ്റ ഒരു സ്ഥലത്ത് നിന്ന് അത് 80%-ലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇറ്റ് ഇസ് എ വെരി ഒപ്റ്റിമിസ്റ്റിക് തിങ്. അതായത് നമ്മൾ അങ്ങനെ നോക്കിക്കാണണം. ഇറ്റ് ഇസ് എ വെരി പോസിറ്റീവ് ഇമ്പാക്ട്. ഇന്ന് എല്ലാവർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നതിൻ്റെ അടിസ്ഥാനം ഫൈനാൻഷ്യലി ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നുള്ളത് ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ട്രേഡിംഗ് ഇതിനൊക്കെ മുൻനിർത്തിയിട്ട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻസ് എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റും? വളരെ ചെറുപ്പം മുതലേ നമ്മൾ പണം എന്ന് പറയുന്നതിന് സ്കെപ്റ്റിക്കലായിട്ട് കണ്ടുവരുന്ന ആളുകളാണ്. പണം എന്ന് പറയുന്നതിന് അറൗണ്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ വീട്ടിൽ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ മടിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവ കാര്യങ്ങളിൽ നിന്നും ഉൾത്തിരിഞ്ഞു വരുന്നതാണ് നമുക്ക് ഇന്ന് ഇല്ലാത്ത ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള റീസൺ, ഇന്ന് പാരൻസ് ആകാൻ പോകുന്ന അല്ലെങ്കിൽ പാരൻസ് ആയിട്ടുള്ള ആളുകളെങ്കിലും ഇത് മാറ്റി തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ നമ്മൾ മറ്റെന്ത് കാര്യം, ഒരു മുതിർന്ന ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയോ അതല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പോലെ നമ്മൾ നമ്മുടെ പണത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വളരെ ഏർലി സ്റ്റേജ് മുതലേ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം എഡ്യൂക്കേറ്റഡ് ആവാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ തീർച്ചയായിട്ടും വരും. ഇതിൻ്റെ അറൗണ്ട് ഒരു മാർഗ്ഗനിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരുപാട് മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ഓരോ വ്യക്തികളുടെയും സാഹചര്യം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പണത്തിൽ നിന്നും നാളേക്കായി ഒരു തുക മാറ്റി വെക്കുക. നാളെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഇന്നത്തേക്ക് മാത്രമായി നമ്മുടെ ഇൻകത്തിനെ മൊത്തമായി ചിലവാക്കി തീർക്കാതെ നാളെ എന്നൊരു ദിവസത്തേക്കായി മാറ്റി വെക്കുക. പക്ഷെ അതും ഗോളുകൾ ഇല്ലാതെ ആവരുത്. നാളെ എന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നവരെ അതങ്ങനെ കിടക്കുകയല്ല. കാരണം 18,300 കോടി രൂപയാണ് ആളുകൾ സേവ് ചെയ്ത് മരിച്ചു പോയിട്ട് ബാങ്കിൽ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്നത്. 2019 കണക്ക് പ്രകാരം അങ്ങനെ സേവ് ചെയ്ത് മരിച്ചു പോകാനല്ല ഉദ്ദേശിക്കുന്നത്. വ്യക്തമായ ഗോളുകളോടുകൂടി സേവ് ചെയ്യുക. എനിക്കൊരു വണ്ടി വാങ്ങണം എന്നുള്ളത് ഞാനൊരു 2 കൊല്ലം മുമ്പേ പ്ലാൻ ചെയ്തുകൊണ്ട് സേവ് ചെയ്യുക. എനിക്കൊരു വീട് വെക്കണം എന്നുള്ളത് ഞാനൊരു 10 കൊല്ലം അല്ല 5 കൊല്ലം മുമ്പേ പ്ലാൻ ചെയ്തുകൊണ്ട് സേവ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് റിട്ടയർമെൻറ്റ് 45-ാം വയസ്സിൽ ചെയ്യണം എന്നുള്ളത് മുന്നേ പ്ലാൻ ചെയ്തുകൊണ്ട് സേവ് ചെയ്യുക. ഇത്തരത്തിലുള്ള സേവിങ്ങുകളെ, ഇൻവെസ്റ്റിങ്ങുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിനൊരു എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന തുകയേക്കാൾ ഒരിക്കലും ചിലവാക്കരുത്. അത് നമുക്ക് EMI, ക്രെഡിറ്റ് കാർഡ് ഇത്തരം സാധനങ്ങൾ ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് നമുക്ക് അത്തരം ചിലവാക്കാനായിട്ട് നമുക്ക്
പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പണം ചിലവാക്കാനായിട്ട് നമുക്ക് സോഴ്സസ് ഉണ്ടായെങ്കിലും നമ്മൾ ഇൻകത്തേക്കാൾ കൂടുതൽ ഒരിക്കലും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഷുഡ് നോട്ട് സ്പെൻഡ്. അത് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക. നമ്മൾ ഇൻകത്തേക്കാൾ കൂടുതലാണ് സ്പെൻഡിങ് എങ്കിൽ അത് അവിടെ ക്യാപ്ഡ് ആയിരിക്കണം. ആൻഡ് അഗെയിൻ മൾട്ടിപ്പിൾ EMIs ചൂസ് ചെയ്യുന്ന കേസ് പോലെ പറഞ്ഞു. EMIs ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇൻകത്തിൻ്റെ 40% കൂടുതൽ നമുക്ക് EMI ഉണ്ടെങ്കിൽ അതൊരു ബാഡ് ഫൈനാൻഷ്യൽ സ്റ്റേജ് ആണ്. മാക്സിമം അത് കട്ട് ചെയ്യണം. നമുക്ക് ആഗ്രഹമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെത്താനായി സമയത്തെ കൂടി നമ്മൾ മുന്നിൽ കാണുക. എനിക്ക് ഈ കാറ് വേണം, നാളെ വാങ്ങണം എന്നാകുമ്പോഴാണ് നമ്മൾ EMI ചൂസ് ചെയ്യുന്നത്. അതിന് പ്ലാൻ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഇൻകത്തിൻ്റെ 40% താഴെ മാത്രം വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഇനീഷ്യൽ കൊടുക്കാൻ പറ്റുന്ന IPA നമുക്ക് കൂട്ടിക്കൊണ്ട് നമുക്കതിനൊരു 1 year 2 year ഗ്യാപ്പിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ പേഷ്യൻസ് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തരം സാഹചര്യങ്ങൾ ബെറ്റർ ആവാൻ പറ്റുമെന്ന് കരുതുന്നു. പിന്നെ ഇൻഷുറൻസുകൾക്ക് വളരെ പ്രയോറിറ്റി കൊടുക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് അയാളുടെ സമയവും കാര്യങ്ങളും എല്ലാം ഇട്ട് ഇങ്ങനെ ഒരു പണം ക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും ഒരു ആക്സിഡൻറ്റ്, ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലമോ വരിക. ഹെൽത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള മൊത്തം തുക പോവുകയും ഒരുപക്ഷെ നമ്മൾ കടത്തിലേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിലൊരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് അറ്റ് ദി ഏർലി സ്റ്റേജ് ചൂസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളായി ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഫൈനാൻഷ്യലി കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ട് പോകാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസം ഫൈനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശകൾക്കാണ് അത് വഴിയൊരുക്കിയത്. എസ്പെഷ്യലി ഇൻവെസ്റ്റേഴ്സ്, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ ഇത് പ്രതികൂലമായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കാം? ബഡ്ജറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആളുകളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ഇനി അങ്ങോട്ട് സെബിയുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുപാട് റൂൾസുമായി ബന്ധപ്പെട്ടും, കാരണം സ്പെക്കുലേറ്റീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടാക്സിങ്, അതായത് FNO ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് 30% ഫ്ലാറ്റ് ടാക്സ്, ലോസസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നൊക്കെ രീതിയിൽ അതിന് മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത്തരം സംഭവങ്ങൾ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തേക്കാം, ഒരുപക്ഷെ ആളുകളെ പിന്നോട്ട് വലിച്ചേക്കാം. പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ പോലുള്ളൊരു എമേർജിങ് കൺട്രിയിൽ ഇന്ന് 10% താഴെ അല്ലെങ്കിൽ 15% താഴെ മാത്രം വരുന്ന ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇപ്പോൾ അത് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി പറയല്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ഒരുപാട് വളരാനിരിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതിലേക്ക് ഫണ്ട് ഇൻഫ്ലോ വരുമ്പോഴാണ്. ഒരുപക്ഷെ ടെമ്പററി ആയിട്ട് ഇയർലി വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആനുവൽ ബഡ്ജറ്റുകൾ നമ്മളെ ടെമ്പററി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെങ്കിലും നമുക്ക് ഇന്ന് ഉള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ പുതിയ ഫണ്ട് ഫ്ലോ വരുന്നതിനനുസരിച്ച് ക്യാപിറ്റൽ മാർക്കറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇന്ന് 10% 15% താഴെ മാത്രം ആളുകൾ മാത്രമാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫണ്ട് നിക്ഷേപിക്കുന്നതെങ്കിൽ നാളെ അതൊരു 40-50% ആയിരിക്കും. കാരണം അങ്ങനെയാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി എമേർജിംഗ് കൺട്രികളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സൈസ് വളരെ വലുതായിരിക്കുന്നു, അതിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ തീർച്ചയായിട്ടും വലുതായിരിക്കും. പിന്നെ ട്രേഡേഴ്സിന് സ്പെസിഫിക് ആയിട്ട് ബഡ്ജറ്റുകൾ പ്രതികൂലമായി ബാധിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇപ്പം ഇന്നലെ ബഡ്ജറ്റിൻ്റെ കാരണമുണ്ടായ മാർക്കറ്റ് ഫ്ലക്ച്വേഷന് ശേഷം ഇന്ന് മാർക്കറ്റ് വീണ്ടും 2% ഉയർന്നു. അപ്പം അതിനെ സാധാരണക്കാർ, നമ്മുടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമായിരിക്കില്ലല്ലോ ഇതിൽ ഫൈനാൻഷ്യൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഒരുപാട് ഫോറിൻ റെമിറ്റഡ് ഫണ്ടുകൾ അതിലേക്ക് വരാം. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റ് വളരെ ഫ്ലറിഷ്ഡ് ആണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇപ്പോൾ ലോകം മുഴുവനും. എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു കയറുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇത്തരം മേഖലകളിൽ AI കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ശരിക്കും ഈ ഒരു മേഖലയിൽ AIയുടെ സാധ്യതകളുണ്ടോ? ഇന്ന് മനുഷ്യന്മാർ ചെയ്തു വരുന്ന എല്ലാ പണിയും AI ചെയ്യുമെന്ന് പറയുമ്പോൾ ടെക്നിക്കലി സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിലും, സ്റ്റോക്ക് ട്രേഡിംഗ് മാത്രമല്ല ഇൻവെസ്റ്റിംഗ് അല്ല എന്ത് കാര്യത്തിലും അത് ചെയ്യാൻ പറ്റും. അത് ഒബ്വിയസ്. ഇന്ന് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ബുദ്ധിമുട്ടല്ലെങ്കിൽ കൂടെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് AIയുടെ ഹെൽപ്പ് കിട്ടും. ഇന്നതിന് സജ്ജമായിട്ടുള്ള ആപ്പുകളുണ്ട്, സ്റ്റാർട്ടപ്പുകളുണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡാറ്റ എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് നമ്മൾ പഠിക്കണമെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യത്തിൽ ഈ സ്റ്റോക്കിൻ്റെ ഫൈനാൻഷ്യൽസ് നല്ലതാണോ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓർ നോ എന്ന് പറയുന്ന രീതിയിൽ വരെ നമുക്കിന്ന് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും സുപരിചിതമായ ChatGPTയുടെ ബോട്ടുകൾ നമുക്ക് സ്വയം നിർമ്മിച്ച് ചെയ്യാൻ പറ്റും. അപ്പം AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ ഇൻ്റലിജൻസ് എവിടെയൊക്കെ ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ സിസ്റ്റംസ് എവിടെയൊക്കെ ഉപയോഗിച്ചിരുന്നു, അവിടെയൊക്കെ തന്നെ തീർച്ചയായിട്ടും AI എന്ന് പറയുന്നതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇനി ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ വളരെ ചുരുക്കം മാത്രമാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഫ്രെയിം വർക്കുകൾ റൺ ചെയ്യുന്നത്. എല്ലാം നടക്കുന്നത് കോപ്പി ട്രേഡിംഗ് ഫ്രെയിം വർക്കുകളാണ്.
പക്ഷേ ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഫ്രെയിം വർക്കുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് AI ഉണ്ടെങ്കിൽ നടക്കും തീർച്ചയായിട്ടും. അതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ ഏറ്റവും ഫുള്ളസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ അങ്ങനെ മൂവ് ചെയ്യുന്നു. പക്ഷേ എങ്കിലും ട്രേഡിംഗ് ഡിസിഷൻസ്, അതായത് മനുഷ്യന്മാർക്ക് ട്രേഡ് ചെയ്യുമ്പോൾ തെറ്റുകൾ വരാനുള്ള അല്ലെങ്കിൽ ലോസുകൾ വരാനുള്ള പ്രധാന കാരണം, ഒരുപക്ഷെ 90% കാരണം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. അതായത് നമുക്ക് ഗ്രീഡ് വരാം, പേടി വരാം, അയ്യോ എൻ്റെ പണം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ പെട്ടെന്ന് ഫണ്ട് പുൾ ഔട്ട് ചെയ്യാം, അതല്ലെങ്കിൽ എനിക്ക് ഇനിയും പണം വേണമെന്നുള്ള ഒരു തരത്തിൽ ആർത്തി കൊണ്ട് നമ്മൾ നമ്മുടെ ടാർഗറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് എത്തേണ്ടുന്ന ടാർഗറ്റുകളിൽ പ്രൈസ് പോയിന്റ് എത്തിയാൽ പോലും നമ്മൾ തിരിച്ച് പണം എടുക്കാതെ വെയിറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ഒരുപാട് ഇമോഷനുകൾ, എനിക്ക് ഒരു ട്രേഡ് പോരാ, ഒരു ട്രേഡിൽ ഞാൻ പ്രോഫിറ്റബിൾ ആയി, അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് കരുതി നമ്മൾ 10 ട്രേഡ് എടുക്കും, അതിൽ നിന്ന് ലോസായി പണം നഷ്ടപ്പെടാം. ഇത്തരമുള്ള മനുഷ്യനാൽ സാധിക്കാവുന്ന എന്താ പറയുക ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ തന്നെ നമുക്ക് ഈ AI സോർട്ട് ഔട്ട് ചെയ്ത് തരും. ഒരിക്കൽ പോലും ഒരു ഇമോഷണൽ എററിനുള്ള ചാൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തരുന്നില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യനേക്കാൾ അക്യുറേറ്റ് ആയിട്ട് സിസ്റ്റം ബേസ്ഡ് ട്രേഡുകൾ തീർച്ചയായിട്ടും AIകൾക്ക് എടുക്കാൻ പറ്റും, റാദർ ദാൻ ഡിസ്ക്രിഷണറി സ്പേസ്. പക്ഷേ സിസ്റ്റം ബേസ്ഡ് ട്രേഡുകൾ തീർച്ചയായിട്ടും AI ബെറ്റർ ആയിട്ട് എടുക്കുകയും അതിന് അറൗണ്ടുള്ള ഫ്രെയിം വർക്കുകളും ഡെവലപ്മെൻറ്റ്സും ഒരുപാട് മില്യൺ ഡോട്ട്സിൽ ഉൾപ്പെടെ എനിക്കറിയുന്ന മറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകളിൽ ഉൾപ്പെടെ ഈ AI ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സിനും മറ്റു രീതിയിലും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് AIയെ ക്യാപിറ്റൽ മാർക്കറ്റിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ മൊത്തം സാധ്യതയെ പുറത്തെടുക്കുന്ന രീതിയിൽ തന്നെ ഏറ്റവും അടിപൊളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു സ്റ്റാർട്ടപ്പ് കൾച്ചറില്ല ഇവിടെ. ആ സ്റ്റാർട്ടപ്പ് കൾച്ചർ തീർച്ചയായിട്ടും അതിന് ഉപയോഗപ്പെടുത്തുന്നു. അതിൽ അറൗണ്ട് നല്ല പ്രോഡക്ട്സും തീർച്ചയായിട്ടും ഇന്ത്യയിൽ വരും. ഓക്കെ. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ, അതായത് ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ കാരണം ഇങ്ങനെ ഡെയിലി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു മനോഭാവമുണ്ട്, പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരുപാട് പണം ഉണ്ടാക്കണം എന്നുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ മുൻനിർത്തി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കാം അല്ലെങ്കിൽ അതിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ മാത്രം എടുത്തു നോക്കാം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പണം ഉണ്ടാക്കുക, ഒരുപാട് പണം ഉണ്ടാക്കുക, ഇതിനെ ഒരു പരിധിക്കപ്പുറം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ അത് ആളുകളുടെ വീക്ക്നെസ്സുകളെല്ലാം തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ ശരിക്കും. അപ്പം അത്തരത്തിൽ ഇതും ചൂഷണം ചെയ്യപ്പെടാവുന്ന വിധേയമായിട്ടുള്ള ഒരു ഇമോഷണൽ പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഒരു പരിധി വരെ ഞാൻ പറയാം, മില്യൺ ഡോട്ട്സ് 2018-19 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വളരെ പ്രോപ്പറായിട്ട് നമ്മൾ ആക്ഷൻസ് മുന്നോട്ട് പോകുമ്പോൾ വി ആർ കേരളാസ് ഫസ്റ്റ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വി ആർ റിയലി പ്രൗഡ്. ആൻഡ് കേരളത്തിൽ ഇന്നുള്ള 99% ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ മില്യൺ ഡോട്ട്സിൽ നിന്നും പഠിച്ചു പോയിട്ടുള്ള കുട്ടികളായതും അതുപോലെ തന്നെ നമ്മളിൽ നിന്നും ഇപ്പോഴും അഡ്വൈസ് എടുക്കുന്നതും ആയിട്ടുള്ള ആളുകളാണ്. വി ആർ റിയലി ഹാപ്പി ഫോർ ദാറ്റ്. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സംഭവമാണത്. നമ്മളിടുന്ന് ഇപ്പോഴും നമ്മളോട് ആവശ്യങ്ങളും നമ്മളോട് സഹായങ്ങളും നമ്മൾ അഡ്വൈസുകളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അതിൽ വലിയൊരു പങ്കും. വി ആർ റിയലി ഹാപ്പി ഫോർ ദാറ്റ്. കാരണം മില്യൺ ഡോട്ട്സിന് ഒരു വിഷൻ ഉണ്ട്. നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് എത്തിക്കേണ്ടത് മില്യൺ ഡോട്ട്സ് ഒറ്റയ്ക്ക് പോയാൽ അത് നടക്കില്ല. യു ഹാവ് ടു ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട്. ഇപ്പോഴും ട്രേഡിങ്ങോ ഇൻവെസ്റ്റിങ്ങോ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളോ എഡ്യൂക്കേഷണൽ ഫ്രെയിം വർക്കുകളോ കുറവാണെന്ന് ഞാൻ പറയും. കാരണം അത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്കുകൾ കൂടുതൽ വരുന്നതിലൂടെ പ്രൈവറ്റ് സെക്ടറിൽ ആളുകൾ അതിലേക്ക് കൂടുതൽ എത്തുന്നതിലൂടെ കൂടുതൽ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആവുകയും കൂടുതൽ ആളുകൾക്ക് റൈറ്റ് പെർസ്പെക്റ്റീവ് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതിനെ ചൂഷണം ചെയ്യാനായി ഇതിനെ നോക്കിക്കാണുന്ന രീതികളിലുള്ള പല ആക്ഷൻസും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് ഇസ് എ ഫാക്ട്. പിന്നെ അത് ഞാൻ മനസ്സിലാക്കുന്ന എന്തൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അതിൻ്റെ രണ്ട് വശങ്ങളും, അതിൻ്റെ നല്ല രീതിയിൽ ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആളുകളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ നോക്കിക്കാണാനുള്ള ലോജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കിക്കാണാൻ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ട്രേഡിങ്ങോ ഇൻവെസ്റ്റിങ്ങോ ക്യാപിറ്റൽ മാർക്കറ്റ് അറൗണ്ടുള്ള എഡ്യൂക്കേഷനോ ആളുകൾക്ക് ഇനിയും കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ള സ്റ്റാർട്ടപ്പുകളേക്കാൾ വ്യത്യസ്തമായ, ഞാൻ ഒരുപാട് ഒരേപോലെ ചെയ്യുന്ന ഒരുപാട് എന്നതിലുപരി വ്യത്യസ്തമായ ആശയങ്ങളുമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ ആളുകളിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള നല്ല നല്ല സ്റ്റാർട്ടപ്പുകൾ ഇനിയും നമുക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറയൂ. ഇപ്പോൾ കൂടുതലായി ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം മില്യൺ ഡോട്ട്സ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു വിഷന്റെ മുകളിലാണ്. അത് മില്യൺ ഡോട്ട്സ് മാത്രം അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്താലും വി ആർ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ സ്പേസ് ആണ്. റീസെൻ്റ്ലി നമ്മൾ കണ്ടു ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന വിരൽ തൊട്ടുകൊണ്ട് പണം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഗെയിം. അതൊരു ക്രിപ്റ്റോ മൈനിങ് ആണെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ അതിനെ സ്വീകരിച്ചു തുടങ്ങിയത്. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലായ്മയല്ലേ അത്? ക്രിപ്റ്റോ എന്ന് പറയുന്ന സംഭവത്തെ പറ്റിയിട്ടുള്ള അറിവ് കുറവാണ് തീർച്ചയായിട്ടും ഇതിനുള്ള കാരണം. ക്രിപ്റ്റോ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഡീസെൻട്രലൈസ്ഡ് മണി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഓരോ വർഷം കൂടുമ്പോഴും മിനിമം 5% വാല്യൂ കുറയുന്നു. അല്ല 5000 രൂപയെങ്കിലും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ 1 ലക്ഷത്തിൻ്റെ അടുത്ത ഇയറിൻ്റെ ഇതേ ഡേറ്റിൻ്റെ എമൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 95,000 ആണ്. അതായത് എൻ്റെ കയ്യിൽ ഇരിക്കും തോറും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പണം.
എന്നാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതോറും വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന, സപ്ലൈയെ നമ്മൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പണം എന്നുള്ള കോൺസെപ്റ്റാണ് ക്രിപ്റ്റോ കറൻസിയിലെ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് കോൺസെപ്റ്റുകളാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സയൻസിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് നമ്മൾ അതിനെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നോളജ് കുറവാണ് ശരിക്കും ഇത്തരം ചൂഷണം ചെയ്യപ്പെടാൻ ആളുകളെ ചൂഷണം ചെയ്യപ്പെടാനുള്ള കാരണം. ആളുകൾ അതിൻ്റെ വീക്ക്നെസ്സുകൾ മുതലാക്കുന്നത് മാത്രം. വീണ്ടും ഞാൻ പറയുന്നത് ലോജിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കുറച്ചുകൂടി റാഷണലി അല്ലെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റേണ്ടതാണ്. പിന്നെ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്രിപ്റ്റോ സ്പേസ്, അതിന് റൗണ്ടുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് അങ്ങനെ നടക്കൂല. പെട്ടെന്ന് പണം ഉണ്ടാക്കുക, നമ്മളിപ്പം ഈ ഓവർനൈറ്റ് സക്സസ് എന്നൊക്കെ പറയുന്ന സംഭവം പോലെ നമ്മൾ ബിസിനസ് തുടങ്ങുന്ന 99% ആൾക്കാരും വിചാരിക്കുക നാളെ മുതൽ ഞാൻ അങ്ങോട്ട് ഐ എം ഗോയിങ് ടു ബി എ വെരി സക്സസ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഹൺഡ്രഡ്സ് ഓഫ് ട്രയൽ ആൻഡ് എറേഴ്സ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ചുരുങ്ങിയ 15 ബിസിനസ്സിൽ നിന്ന് തോറ്റതിന് ശേഷമാണ് $1 million എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നിന്നും വിജയമെന്ന് ഞാൻ ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. ഐ എം ജസ്റ്റ് 0.1% ഓഫ് വാട്ട് ഐ ഹാവ് ടു ബി. പക്ഷേ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഒരുപാട് വളർച്ചയുണ്ട്. എൻ്റെ ഓരോ ദിവസവും ജയവും തോൽവിയാണ്. ഇതുപോലെയാണ് ഓൺട്രപ്രണർഷിപ്പ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, എനിത്തിങ്. മേക്കിംഗ് മണി ഇസ് എ ഹാർഡ്ഷിപ്പ്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂല. സംതിങ് വിച്ച് ഇസ് വർത്ത് യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഫോർ ഈസി. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുക, എന്നിട്ട് അതിന് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ഡെലിവർ ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വലിയ രീതിയിലുള്ള സക്സസ് തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി ലോജിക്കലായിട്ട് നോക്കിക്കാണുക. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള രീതികളിൽ പോയിട്ട് നമ്മളുള്ള പണം നഷ്ടപ്പെടുത്താതിരിക്കുക. വളരെ ലോജിക്കലായി റാഷണലായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കുക. എനിക്ക് തോന്നുന്നു ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലകളിൽ പൊതുവെ പിന്നോട്ട് നിൽക്കുന്നത് കൂടുതലായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ്. ഇസ്ലാമിക് ട്രേഡിങ്ങിന് വലിയ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എന്താണ് ഈ ഇസ്ലാമിക് ട്രേഡിങ്ങിൻ്റെ സാധ്യതകൾ? ഏത് വിഭാഗം ആളുകളാണോ ഇതിൽ നിന്നും ബാക്കോട്ട് നിൽക്കുന്നത്, പിന്നോട്ട് നിൽക്കുന്നത്, അവർ ശരിക്കും ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് മുന്നോട്ട് വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ വരാനുള്ള സാധ്യതകളില്ലാത്തതുകൊണ്ടാണ്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ സ്കെപ്റ്റിക്കലായി നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിൽ അവരവരുടെ, അതായത് മതപരമായ റൂൾസ് കൂടി നോക്കിക്കാണുന്ന ഒരാൾ വീണ്ടും കുറച്ചുകൂടി സ്കെപ്റ്റിക്കലായിട്ടേ നോക്കിക്കാണുള്ളൂ. അത്തരം ഒരു സ്കെപ്റ്റിസമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ആ ഒരു വിട്ടു നിൽക്കുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത്. ശരിയ മെത്തേഡ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ശരിയ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഉണ്ട്. അതായത് ഇസ്ലാം നിയമപ്രകാരം ഒരാൾക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഗൂഗിൾ പോലൊരു സംഭവം നമുക്ക് ഉണ്ടാവും. ഇതിനെപ്പറ്റി ഒന്ന് അടിച്ചു നോക്കുക എന്ന് പറയുന്ന ഒരു ബേസിക് തിങ് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ശരിയ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാനമായും നമ്മൾ ചൂസ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യാനായി ചൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫൻസോ അല്ലെങ്കിൽ അഡൽട്ടറി അല്ലെങ്കിൽ സിഗരറ്റ്, ലിക്കർ, ഇത്തരം സാഹചര്യങ്ങൾ. അപ്പം ഇങ്ങനെ നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി നിഷിദ്ധമാക്കിയിട്ടുള്ള മൊത്തം സ്റ്റോക്കുകളെ, അത്തരം സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടും തീർച്ചയായിട്ടും ഒരു ലിവിങ് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പേരുണ്ട് ശരിയ മെത്തേഡ്സിൽ മാത്രം ട്രേഡ് ചെയ്തുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതങ്ങൾ അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. ഇനി അതല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫണ്ടുകളുണ്ട്, എത്തിക്കൽ ഫണ്ടുകൾ ഒരുപാടുണ്ട്. ടാറ്റയുടെ എത്തിക്കൽ ഫണ്ടുകൾ, നിപ്പോണിന്റെ എത്തിക്കൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇത്തരം എത്തിക്കൽ ഫണ്ടുകളും ശരിയ പ്രിൻസിപ്പിൾസ് മാത്രം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവയാണ്. അപ്പോൾ ട്രേഡിംഗ് അല്ല, ഇൻവെസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്പേസുകളുണ്ട്. അപ്പം ഇതൊരു വലിയ സാധ്യതയാണ്. അപ്പം ആ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ശരിയ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾസ് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുക, ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു കമ്മ്യൂണിറ്റി ഇന്ന് പിന്നോക്കം നിൽക്കുന്നുണ്ടെന്നാണെങ്കിൽ ഫോർ ഷുവർ ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻസും ആശയങ്ങളും ഇതിനെപ്പറ്റി എത്തുകയും ആളുകൾ ഇതിന് മുന്നോട്ട് വരികയും ഒരുപക്ഷെ ഏറ്റവും ബെസ്റ്റായിട്ട് മുന്നോട്ട് നിലനിൽക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇസ്ലാമിക് ട്രേഡിങ്ങിനെ മുൻനിർത്തി ടാറ്റയുടെ എത്തിക്കൽ ഫണ്ട്സൊക്കെ വളരെ വലിയ രീതിയിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. കെൻസ് എങ്ങനെയാണ് അതിനൊക്കെ കാണുന്നത്? ഈ ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതും പോലെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്ന പേടിഎം മണി അല്ലെങ്കിൽ ഗ്രോ എന്നൊക്കെ പറയുന്ന സാധാരണ ആപ്ലിക്കേഷനിൽ നിന്നും ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു ടേമാണ്. അത് എടുക്കുകയും അതിൽ സാധാരണ ഏതൊരു വ്യക്തിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ 100 രൂപ 500 രൂപ ഇട്ടുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും അയാൾ പിന്നോട്ട് നിൽക്കേണ്ട ഒരു ആവശ്യവും ശരിക്കും ഇല്ല. ഏറ്റവും ഈസി ആയിട്ട് അയാളുടെ പണത്തെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് റിട്ടേൺസ് ലഭിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് സെർച്ച് ചെയ്യുന്നു, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. ആൻഡ് ടാറ്റ എത്തിക്കൽ ഫണ്ട് ശരിയ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിഫൻസോ ആൽക്കഹോളിക്കോ അഡൽട്ടറിയോ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒക്കെ വിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളിൽ, ബോണ്ടുകളിൽ മാത്രം ശ്രദ്ധയോടുകൂടി, ഇൻട്രസ്റ്റ് എലമെന്റുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ആ രീതിയിൽ മാത്രം ശരിയ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റുകളെ നോക്കിക്കാണുന്ന, ഇതിനെ പഠിച്ച് ഇതിനറൗണ്ടുള്ള പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകൾ മാനേജ് ചെയ്യുന്ന ഫണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു പ്രിൻസിപ്പിൾ ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് ഞാനും കെൻസും ഇവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചാൽ തീരാവുന്നൊരു വിഷയമല്ല. എങ്കിലും
ട്രേഡിങ്ങിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയൊക്കെ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്ന് നമുക്ക് വേണ്ടി ഈ സമയം മാറ്റിവെച്ച കെൻസ്, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച്.